അയർലൻഡിൽ വിശുദ്ധ പാട്രിക്കിന്റെ തിരുനാൾ ദിനാഘോഷങ്ങൾ ജനശ്രദ്ധ നേടി. അയർലൻഡിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പാട്രിക്കിന്റെ തിരുനാൾ ദിനം ഗംഭീര ആഘോഷങ്ങളോടെ നടന്നു. ദേശീയ അവധി ദിനമായ തിരുനാൾ ദിനത്തിൽ ദേവാലയങ്ങളിൽ വിവിധ സമയങ്ങളിലായി സാഘോഷമായ ദിവ്യബലി അർപ്പണമുണ്ടായിരുന്നു. തിരുനാൾ ദിനമായ മാർച്ച് 17 രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും വർണ്ണശബളമായ റാലി നടന്നു. ന്യൂബ്രിഡ്ജിൽ നടന്ന സെയിന്റ് പാട്രിക് ഡേ പരേഡിൽ നഗരസഭാ മേയർ ശ്രീമതി പെഗ്ഗി ഓഡ്വെയർ അധ്യക്ഷത വഹിച്ചു. ജർമ്മൻ അംബാസഡർ മുഖ്യാതിഥിയായിരുന്നു. കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായി ക്ഷണപ്രകാരം സെയിന്റ് കോളൻ ഇടവകയിൽ സേവനം ചെയ്യുന്ന വരാപ്പുഴ അതിരൂപത അംഗമായ ഫാദർ ആന്റണി അറക്കൽ പങ്കെടുത്തു. കര, നാവിക, വ്യോമസേനകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ വേദിയിൽ അണിനിരന്നു. വർണ്ണാഭമായ പരേഡിൽ ജർമ്മനി, ഫിലിപ്പൈൻസ്, ചൈന, ഇന്ത്യ, പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർ തങ്ങളുടെ തനതായ കലാരൂപങ്ങൾ അവതരിപ്പിച്ചു. ന്യൂബ്രിഡ്ജ് മലയാളി അസോസിയേഷനും പരേഡിൽ പങ്കെടുത്തു. പഴയകാല വാഹനങ്ങൾ, കൃഷിക്കായുള്ള വാഹനങ്ങൾ, സൈനിക വാഹനങ്ങൾ, വലിയ ട്രക്കുകൾ മുതലായവയും റാലിയിലെ താരങ്ങളായി. മുൻനിരയിൽ വിശുദ്ധ പാട്രിക്കിന്റെ വേഷമണിഞ്ഞവരും വിവിധ നൃത്ത സമൂഹങ്ങളും അണിനിരന്നു. ടൗൺ പാലത്തിൽ ഉയർത്തിയ വിവിധ രാജ്യങ്ങളുടെ പതാകകളിൽ ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാകയും ഇടം നേടിയത് അഭിമാനാർഹമായ ഒന്നായിരുന്നുവെന്ന് ഫാദർ ആന്റണി അറക്കൽ പറഞ്ഞു. അയർലൻഡിൽ മാത്രമല്ല, വിശുദ്ധ പാട്രിക്കിന്റെ തിരുനാൾ ദിനത്തിൽ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലും അമേരിക്കയിലും ഇത്തരത്തിൽ സെയിന്റ് പാട്രിക് ഡേ പരേഡുകൾ നടത്താറുണ്ട്. കേരളവാണി ന്യൂസിനു വേണ്ടി അയർലൻഡിൽ നിന്നും വാർത്തകൾ പങ്കുവച്ചത് ഫാദർ ആന്റണി അറക്കൽ.